ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ സോണിയാഗാന്ധി സന്ദർശിച്ചുവെന്ന UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെ വെളിപ്പെടുത്തൽ അതീവ ഗൗരവമുള്ള വിഷയമാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ലഭിക്കാത്ത ഈ അവസരം ഒരു കവർച്ചാ കേസിലെ പ്രതിക്ക് ലഭിച്ചത് ദുരൂഹമാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തുമ്പോൾ സത്യങ്ങൾ പുറത്തു വരും. ഇതിൽ പല സത്യങ്ങളും കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള പല സത്യങ്ങളും പുറത്തു വരുമെന്ന് പേടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരായിട്ട് അഭിപ്രായം പ്രകടിപ്പിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ ഇടപെടുന്നു എന്ന് പറയുകയും എന്തിനധികം പറയുന്നു കോടതിയെപ്പോലും തള്ളിപ്പറയുന്ന ഒരു നിലപാട് എടുക്കാൻ വേണ്ടി വെപ്രാളം കൂടുന്നത് കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിലുള്ള ഇടപെടൽ ഓരോന്നായിട്ട് ഓരോ ദിവസത്തോറും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നതിൽ വിരളി പൂണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ അന്വേഷണ സംഘത്തെയും ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിനെയൊക്കെ തന്നെ വിമർശിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നത്. കള്ളനെ കൈയോടെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഭ്രാന്തിയാണ് വേണുഗോപാലിൻ്റെ വാക്കുകൾ നേടിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ മോഷണബന്ധം മറച്ചുവെക്കാനാവില്ല എന്ന് വേണുഗോപാലും VD സതീശനും മനസ്സിലാക്കിയിരിക്കണം. വേണുഗോപാൽ ആദ്യം സ്വന്തം പാർട്ടിയിലെ സ്വർണ്ണബന്ധങ്ങളെക്കുറിച്ച് മറുപടി പറയട്ടെ. അതിനുശേഷം മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചിട്ട് നമുക്ക് ആലോചിക്കാം. കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് പുതിയ ചില ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആദ്യ തവണ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പോറ്റിയുടെ വീട്ടിൽ ഒരിക്കൽ മാത്രമേ പോയിട്ടുള്ളൂ എന്നായിരുന്നു കടകംപള്ളി പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ വീണ്ടും സന്ദർശിച്ചതായിട്ടുള്ള ചില ചിത്രങ്ങൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അല്ല, അയാളെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തല്ലോ. അതെ, അദ്ദേഹത്തിന്റെ ഈ ബന്ധം വീണ്ടും ചർച്ചയാവുമല്ലേ? അത് സ്വാഭാവികമാവുമല്ലോ. അയാളെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയായിരുന്ന അവസരത്തിൽ ഉള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തല്ലോ. ഇവിടെ ഇപ്പോൾ ആക്ഷേപം എന്താ? ആ സമയത്തൊന്നും ഒരു ബന്ധവുമില്ലായിരുന്ന ഇപ്പോൾ മന്ത്രിയായ വാസവൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ സമരം മുഴുവൻ നടക്കുന്നത്. നിയമസഭയിൽ മുഴുവൻ സ്തംഭിപ്പിച്ചത് അതെല്ലാം പറഞ്ഞുകൊണ്ടാണല്ലോ. അതെല്ലാം വെറും വെപ്രാളമായിരുന്നു എന്നുള്ള വെറും തെളിയിച്ചല്ലോ അടൂർ പ്രകാശത്തിൻ്റെ കാര്യം. ഇനിയിപ്പോൾ ആരെല്ലാമാണ് ഇത്തരം കോടികൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കൊടുത്തതിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നൊന്നായി വ്യക്തമാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യം കടകംപള്ളി പറഞ്ഞത് ഇത്തരത്തിൽ താൻ പോയിട്ടേ ഇല്ലാതായിരുന്നു. ആദ്യ ചിത്രം വന്നപ്പോൾ ഒരു തവണ പോയി എന്ന് പറഞ്ഞു. പിന്നീട് ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് പറയുന്നു. രണ്ടാമത് പോയതിന്റെ ചിത്രങ്ങൾ. അപ്പോൾ അദ്ദേഹം കടകംപള്ളി പറയുകയാണോ അതോ എന്താണെന്നുള്ളത് വ്യക്തത വരുത്തേണ്ടതല്ല? അല്ലാതെ അത് പ്രത്യേക അന്വേഷണ ടീം വ്യക്തത വരുത്തും. നമുക്കതല്ലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. LDF 110 സീറ്റ് നേടുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് LDF. ഞങ്ങളുടെ ജാഥയിൽ മണ്ഡല ജാഥകൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്നലെ എൻ്റെ നേമത്തെ ജാഥയായിരുന്നു ഉച്ചവരെ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പോവുകയാണ്. അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ജനപങ്കാളിത്തം അതിൽ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ചില പത്രക്കാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു, അവർക്ക് അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന ജാഥ വരുന്നത് നല്ല ആൾക്കാർ. കാരണം പിന്നെ ഈ മുൻപ് കാലങ്ങളിൽ വോട്ട് മാത്രം ചെയ്യുകയും അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി പരിപാടിക്കൊന്നും പങ്കെടുക്കാത്ത ആൾക്കാരെല്ലാം നല്ല പങ്കാളിത്തം വരുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അതിർത്തിയിൽ വരുന്നുണ്ട്. തിരിച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സ്വാധീനം തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു വാശി ആ കാര്യത്തിൽ വരികയാണ്. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണമില്ലല്ലോ. ഞങ്ങളെ മന്ത്രിമാരെ അഴിമതിയാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ പോണ പോക്കിലെങ്കിലും അവസാനത്തെ നിയമസഭയിലെങ്കിലും ഒന്ന് ഒരു കള്ളത്തരമെങ്കിലും പറഞ്ഞിട്ട് പോകണ്ടേ? വികസന പ്രവർത്തനം നടന്നില്ലെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇല്ലെങ്കിൽ പോലും നടക്കില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നില്ലേ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്ത്? ഇപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ പാട്ടുമാറ്റാണല്ലോ ഇറങ്ങിയത്. ഇപ്പം കാര്യങ്ങൾ വ്യക്തമാക്കിയല്ലോ. കോടികൾ വാങ്ങുകയാണ് ഇലക്ഷനും അയ്യപ്പൻ്റെ കാര്യവും പറഞ്ഞിട്ട്. ഇപ്പോൾ അയ്യപ്പൻ്റെ പാരഡി ഇപ്പോൾ ഇറക്കിയ പാട്ടെല്ലാം വേറെ എഴുതേണ്ടി വരും. ഇപ്പോൾ വേറെ എഴുതിയാലേ ശരിയാവുള്ളൂ. ആ പാട്ട് മാറ്റേണ്ടി വരുമല്ലോ. അപ്പോൾ അതും പൊളിഞ്ഞ്
പിന്നെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള എന്ത് കാര്യമുണ്ട് പത്രക്കാർ പറ എന്ത് കാര്യം